ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ കുറേ ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഒരു ലോങ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ മാസം എനിക്ക് ഉദ്ദേശിച്ച അത്ര വീഡിയോസൊന്നും എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല, കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. ബട്ട് നൗ ഐ എം ബാക്ക് ആൻഡ് ഐ എം ഹോപ്പിംഗ് ടു അപ്ലോഡ് ആസ് മെനി വീഡിയോസ് ആസ് പോസിബിൾ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ടൈറ്റിൽ കണ്ടാൽ മനസ്സിലായിട്ടുണ്ടാവും, ഒരു ഹെയർ കേളിംഗ് വീഡിയോ ആണ്. യൂഷ്വലി എനിക്ക് ഹെയറിൻ്റെ എന്ത് സ്റ്റൈൽ ചെയ്യാനും നല്ല മടിയുള്ള കൂട്ടത്തിലാണ്. നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഏകദേശം നിങ്ങൾക്ക് ഇപ്പോൾ അതിനെക്കുറിച്ച് മനസ്സിലായി കാണും. ബട്ട് ഐ തോട്ട് സ്റ്റൈൽ ചെയ്യുമ്പോൾ ഹെയർ സ്റ്റൈലിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എനിക്ക് എന്തായാലും പഠിക്കണം അത് എങ്ങനെയെങ്കിലും. അപ്പോൾ ഞാൻ ആമസോണിൽ നിന്ന് വളരെ അഫോർഡബിൾ ആയിട്ടുള്ളൊരു റേറ്റിനൊരു കേളർ വാങ്ങി. ഞാൻ ഇതുവരെ എൻ്റെ മുടി സ്വയം കേൾ ചെയ്തിട്ടില്ല. സാലൂണിലെ ആൾക്കാരും മാത്രമേ എനിക്ക് കേൾ ചെയ്ത് തന്നിട്ടുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒന്ന് പഠിക്കാം അല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വാങ്ങിയതാണ്. ഇത് വളരെ അഫോർഡബിൾ ആണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഒരു 670 റുപ്പീസിനാണ് ഞാൻ വാങ്ങിയത്. ഞാൻ ബ്രാൻഡിൻ്റെ പേരൊക്കെ ഞാൻ കാണിച്ചു തരാം. വേഗ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ ഹെയർ കേളറാണ് കേട്ടോ ഞാൻ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തത്. സോ ഞാനും അത് ആദ്യമായിട്ടാണ് ഉപയോഗിക്കാൻ പോകുന്നത്. സോ ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ഗോസ്. ഞാൻ ഇതുവരെ ഹീറ്റ്ലെസ് കേളേഴ്സ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എനിക്കറിയില്ല ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. ഞാൻ ഈ വീഡിയോസ് കുറച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബേസിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാൻ പോവാം. കാണാൻ ഇങ്ങനെയാണ്. എനിക്ക് ആക്ച്വലി ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷമുള്ള അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല കേളറാണ്. പ്രത്യേകിച്ച് എനിക്കങ്ങനെ ബുദ്ധിമുട്ടുകളൊന്നും തോന്നിയില്ല. ഇതിലൊരു ഇങ്ങനെ എൻഡിൽ നമുക്ക് പിടിക്കാനായിട്ടുള്ളൊരു ഭാഗമുണ്ട് ഹെയർ കേൾ ചെയ്യുമ്പോൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു ജസ്റ്റ് ഒരു സ്വിച്ച് ഉണ്ട് അവിടെ, വേറെ ഒന്നുമില്ല. അപ്പോൾ അങ്ങനെ ഞാൻ ഹെയർ കേളിങ് ഞാൻ തുടങ്ങി. ഞാനിതിൽ ഫേസ് ചെയ്തൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മുടിക്ക് നല്ല ലെങ്ത് ഉള്ളത് കൊണ്ട് എനിക്ക്, പിന്നെ ഞാൻ ആദ്യമായിട്ട് കേൾ ചെയ്യുന്ന ഒരാളായതുകൊണ്ട് കൂടി എനിക്ക് എന്താ പറയുക, അത് കേൾ ചെയ്യുമ്പോൾ ലെങ്ത് എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ പിന്നെ അങ്ങനെ ചെയ്ത് അവസാനം ഞാൻ ഹെയറിൻ്റെ മിഡ് പാർട്ടിൽ നിന്നാണ് ഞാൻ കേൾ ചെയ്യാൻ തുടങ്ങിയത്. ഞാൻ ഫസ്റ്റ് തൊട്ടേ കേൾ ചെയ്യാൻ നിന്നില്ല, ഒരു നടുവിലൊക്കെ ആയപ്പോൾ തൊട്ട് കേൾ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഏകദേശം ഞാൻ ഉദ്ദേശിച്ച പോലെ രീതിയിൽ തന്നെ വന്നു. പിന്നെ പറയാണ്ടിരിക്കാൻ പറ്റില്ല, ഇത് ഒരു 3-4 മിനിറ്റിൻ്റെ വീഡിയോ ആയിരിക്കും, പക്ഷേ ഇത് 1.5 മണിക്കൂർ എടുത്തിട്ടുണ്ട്. പിന്നെ കൈ നല്ല വേദനയുണ്ട്. അസാധ്യ പേഷ്യൻസും വേണം കേട്ടോ. കാരണം ഇത് ചെയ്ത് തീർക്കാനുള്ള ഡിറ്റർമിനേഷനും പേഷ്യൻസും ഉണ്ടെങ്കിൽ മാത്രം ഇങ്ങനത്തെ പണിക്ക് ഇറങ്ങി തിരിച്ചാൽ മതി എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ആദ്യത്തെ സെക്ഷനിങ് കഴിഞ്ഞപ്പോൾ മുടി കാണാൻ ഏകദേശം ഇതുപോലെ ഉണ്ടായിരുന്നു. പെർഫെക്റ്റ് ആയെന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ഒരു ഫസ്റ്റ് ടൈമറിന് കുഴപ്പമില്ലാന്ന് എനിക്ക് തോന്നി. അങ്ങനെ കേൾസൊക്കെ ചെയ്ത് കഴിഞ്ഞ് അടുത്ത സെക്ഷനിലോട്ട് പോകുന്നതിന് മുന്നേ ഞാനിത് ഫുള്ള് ക്വസ്റ്റ്യൻ ചെയ്യായിരുന്നു. കാരണം ചില സമയത്ത് ഭയങ്കര മെസ്സി ആയിട്ടായിരുന്നു ഇപ്പോൾ ഹെയർ കിടക്കുന്നുണ്ടായിരുന്നത്. ഞാൻ സെക്ഷനിങ് ഇതിന് പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു 4-5 ഭാഗം സെക്ഷൻ ചെയ്താൽ കുറച്ചും കൂടെ എളുപ്പമായേനെ. ഇതെനിക്ക് എന്തിൻ്റെ കേടായിരുന്നു എന്ന് ആലോചിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു ഞാൻ ഈ ഒരു സമയത്ത് ഞാൻ ഇരിക്കുന്നുണ്ടായിരുന്നത്. പിന്നെ എങ്ങനെയെങ്കിലൊക്കെ തീർക്കണം എന്ന് വിചാരിച്ച് ഞാൻ വീണ്ടും അത് കണ്ടിന്യൂ ചെയ്തു. കാരണം പകുതിക്കും കൂടുതൽ ഞാൻ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞിരുന്നു. ഇത്രയും കഷ്ടപ്പെട്ട് അവസാന നിമിഷം നിർത്താൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ എൻ്റെ കഷ്ടപ്പാടുകളുടെ അവസാനം ഇതുപോലത്തെ ഒരു ഔട്ട്പുട്ടായിരുന്നു. ഹീറ്റ്ലെസ് കേളേഴ്സും ഓൾമോസ്റ്റ് ഇതുപോലെ തന്നെയാണ് ഉണ്ടാവുക. പക്ഷേ എനിക്ക് തോന്നുന്നു കേളർ ഉപയോഗിക്കുമ്പോൾ നമുക്ക് വേണ്ട രീതിയിൽ നമുക്ക് അത് സ്റ്റൈൽ ചെയ്യാം. പിന്നെ ഒബ്വിയസ്ലി കുറച്ചും കൂടെ ഡിഫൈൻഡ് ആയിരിക്കും. ഞാനിതിൽ സെറ്റിംഗ് സ്പ്രേ ഒന്നും ഇട്ടിട്ടില്ല, അതുകൊണ്ടാണ് വീണ്ടും ഒരു മെസ്സിനെസ് കാണുന്നത്. നമ്മൾ സെറ്റിംഗ് സ്പ്രേ ഇടുകയാണെങ്കിൽ ആ ഡിഫൈൻഡ് കേൾസ് അതേപോലെ ഇരിക്കും. സോ ഐ എം പ്രിറ്റി മച്ച് ഗ്ലാഡ് അറ്റ് ഇറ്റ്.